എപ്പിസോഡിന്റെ തുടക്കത്തിൽ വേവർഡ് പൈൻസ് എന്ന ഈ പ്രദേശത്ത് നിന്നും ഇനി ഒരു മടക്കമുണ്ടാവില്ല എന്ന ഷെറിഫ് പോപ്പിന്റെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന ഈതനെ അറസ്റ്റ് ചെയ്യും വിധം തലയ്ക്ക് മുകളിൽ കൈവച്ച് നിൽക്കാൻ ആവശ്യപ്പെടുകയാണ് പോപ്പ്. നോക്ക്, ഞാനൊരു ഗവൺമെന്റ് ഏജന്റാണ് എന്ന് ഈതൻ അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുമ്പോൾ, അതെയോ, എന്നിട്ട് തൻ്റെ പക്കൽ ഒരു ഐഡിയോ ബാഡ്ജോ ഒന്നുമില്ലല്ലോ എന്ന് ഈതനെ നിലത്തേക്ക് തള്ളിയിട്ട്, അറസ്റ്റിനെ എതിർത്ത കുറ്റവാളിയെ ഞാൻ കൈകാര്യം ചെയ്യുന്നതാ, എഴുന്നേറ്റ് നിൽക്കടാ എന്ന് ഒട്ടും മയമില്ലാതെ ഷെറിഫ് പോപ്പ് പറയുമ്പോൾ, ഹേയ്, ഞാനല്ല ഈവൻസിനെ കൊന്നത്, ഞാൻ അയാളെ ഇങ്ങോട്ടൊരു കേസ് അന്വേഷിക്കാൻ വിട്ടതാ, എനിക്ക് 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പോപ്പിനെ വീണ്ടും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈതൻ. അത് കേട്ട്, ഡോ, എനിക്ക് വല്ല സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കും, മനസ്സിലായോ? അതുവരെ നീ ആ ഹോട്ടൽ റൂമിൽ കാണണം എന്ന് ഈതന് താക്കീത് നൽകുകയാണ് ഷെറിഫ് പോപ്പ്. ആ സമയത്താണ് അതിലെ കുറച്ച് പയ്യന്മാർ സൈക്കിളിൽ പോകുന്നത്. ഹേ അലക്സ്, ലാറി എന്ന് അവരെ പോപ്പ് വിളിച്ചു നിർത്തുമ്പോൾ, ഇവിടുന്ന് പോകാൻ ശ്രമിക്കരുത് മിസ്റ്റർ ബർക്ക്, അതാണ് ഒന്നാമത്തെ നിയമം എന്ന് ഈതനെ അറിയിച്ചിട്ട് പോവുകയാണ് അവരിൽ ഒരു പയ്യൻ. ഒന്നും മനസ്സിലാവാതെ അത് കേട്ട് നമ്മളെപ്പോലെ തന്നെ കുറെ അധികം സംശയങ്ങൾ ബാക്കിയായി നിൽക്കുകയാണ് ഈതൻ. ചുറ്റും മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട പൈൻ ഫോറസ്റ്റുകൾക്ക് നടുവിലായി നിഗൂഢതകൾ നിറഞ്ഞ ചെറിയൊരു പട്ടണമായ വേവർഡ് പൈൻസിലെ ഹോട്ടൽ റൂമിൽ ഉറങ്ങാതെ കിടന്ന ഈതൻ അലാം അടിച്ചത് കേട്ട് അത് ഓഫ് ചെയ്യുകയാണ്. ശേഷം നേരെ ആ ഹോട്ടൽ റിസപ്ഷനിലേക്ക് വരുന്ന അയാൾ അവിടെയുള്ള ഫോണും കമ്പ്യൂട്ടേഴ്സും ഒക്കെ വർക്കിംഗ് ആണോ എന്ന് തിടുക്കത്തിൽ നോക്കി നിരാശയോടെ അവിടുത്തെ സ്റ്റാഫിനോട്, ഇവിടെ വർക്കിങ്ങിലുള്ള കമ്പ്യൂട്ടർ ഒന്നും ഇല്ലേ, അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂസ് പേപ്പറെങ്കിലും ഉണ്ടോ എന്ന് തിരക്കുമ്പോൾ, വേവർഡ് പൈൻസ് ക്രോണിക്കിൾസ് ഉണ്ടല്ലോ, പക്ഷേ 2 ആഴ്ചയായി വന്നിട്ട്, അല്ല ഇവിടെ അതിനു വേണ്ടി വാർത്തകളൊന്നും ഇല്ലേ എന്ന് എല്ലാം കൊണ്ടും ലോകം ഈ വേവർഡ് പൈൻസിലേക്ക് ചുരുങ്ങി എന്ന അർത്ഥത്തിൽ പറയുകയാണ് അയാൾ. ആ സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് വീണ്ടും ഈവൻസിന്റെ ഡെഡ് ബോഡി കാണാൻ വരുന്ന ഈതൻ അഴുകി തുടങ്ങി ഈച്ചകൾ അഴിച്ചു കിടക്കുന്ന ഈവൻസിന്റെ ആ ഡെഡ് ബോഡി സസൂക്ഷ്മം വീക്ഷിച്ച് അയാളുടെ ബൂട്ട്സിനുള്ളിൽ ഒരു നോട്ട് പാഡ് ഇരിക്കുന്നത് കണ്ട് അതെടുക്കാൻ തുടങ്ങുമ്പോഴാണ് തനിക്ക് പുറകിൽ അനക്കം കേൾക്കുന്നതും ആ നോട്ട്ബുക്ക് ഈതൻ തിരികെ വെക്കുന്നതും. അവിടെ വന്നത് ഷെറിഫ് പോപ്പ് ആയിരുന്നു. റൈഫിളുമായി നിൽക്കുന്ന അയാൾ അതിക്രമിച്ച് കയറുന്നത് വലിയ കുറ്റമാണെന്ന് അറിയില്ലേ, തന്നോട് ഞാൻ ആ ഹോട്ടൽ റൂമിൽ ഇരിക്കണമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചൂടാവുമ്പോൾ, ഓ, ഞാൻ വീട്ടുതടങ്കലിലായിരുന്നു, ഓർത്തില്ല. നോക്ക്, ഈ കൊല്ലപ്പെട്ടത് എൻ്റെ കൊളീഗാണ്, എനിക്ക് ഇതും കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാതെ അവിടെ പോയി ഇരിക്കാൻ സാധിക്കില്ല. ഈവൻസിൻ്റെ ബൂട്ടിൽ ചെളി പിടിച്ചിരിക്കുന്നു, ചിലപ്പോൾ ആ പൈൻ ഫോറസ്റ്റിൽ വെച്ച് ഇയാളെ ആരെങ്കിലും കൊന്നിട്ട് ഇവിടെ കൊണ്ടിട്ടതാവും എന്ന് ഈതൻ തൻ്റെ സംശയം പറഞ്ഞു നിൽക്കുമ്പോൾ, അതൊക്കെ എൻ്റെ റിപ്പോർട്ടിലുണ്ടോ എന്ന് നിസ്സാരമായി നിൽക്കുകയാണ് പോപ്പ്. എന്നിട്ട് നിങ്ങൾ ഈ ബോഡി ഇവിടെ ഇട്ടോണ്ട് എന്തോ ചെയ്യുക, ഫോറൻസിക് എവിടെ എന്ന് തിരക്കുകയാണ് ഈതൻ. അവരൊക്കെ വരുന്നുണ്ട്, താൻ എൻ്റെ കേസിൽ കയറി ഇടപെട്ട് ചളമാക്കരുത് എന്ന് പോപ്പ് പറയുമ്പോൾ, ഈച്ചകൾ തിന്നുന്ന ആ ബോഡിയിൽ വല്ലതും ബാക്കി ഉണ്ടാവോ എന്ന് സംശയത്തിൽ നിൽക്കുകയാണ് ഈതൻ. അയാളെ ഹോട്ടൽ റൂമിലേക്ക് പറഞ്ഞുവിടാൻ നോക്കുകയാണ് ഷെറിഫ് പോപ്പ്. അങ്ങനെ അവിടുന്ന് നേരെ ബാറിലേക്ക് ബെവർലിയെ കാണാൻ വരികയാണ് ഈതൻ. കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് വർഷം 1999 എന്ന് ഈ ലേഡി പറഞ്ഞതും വർഷം 2014 എന്ന് ഈതൻ പറഞ്ഞതും നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇവിടേക്ക് വരുന്നതിന് മുൻപ് ആക്സിഡന്റിൽ അവർക്ക് മെമ്മറി ലോസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞതിനാലാവണം ഇവിടെ ഇപ്പോൾ ഈതന് ബിൽ ഈവൻസിനെ കുറിച്ച് അവരോട് ചോദിച്ചറിയാനായിരുന്നു തിടുക്കം. ഈവൻസിനെ കുറിച്ച് കേട്ടതോടെ വെപ്രാളത്തിൽ വിഷയം മാറ്റുന്ന ബെവേർലി, ഈ സോങ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാ നമുക്ക് ഒരു ഡാൻസ് ചെയ്യാം എന്ന് ഈതനെ ഡാൻസ് കളിക്കാൻ വിളിച്ചു നിർത്തി. വളരെ പതുക്കെ സംസാരിക്കണേ, ഇവിടെ ബാർ സ്റ്റൂൾസിന്റെ താഴെ മൈക്സ് ഉണ്ട് എന്ന് അയാളോട് സൂചിപ്പിച്ച്, ഞാനും ഈവൻസും ഇവിടെ നിന്ന് രക്ഷപ്പെടാനിരുന്നതാ, ഈവൻസിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ആ നോട്ട്ബുക്ക് ഞാൻ കണ്ടു, അത് അവൻ്റെ ബൂട്ടിലിരിപ്പുണ്ട് എന്ന് താൻ ഈവൻസിൻ്റെ ബൂട്ടിൽ കണ്ട ആ നോട്ട്ബുക്ക് അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാൻ ആണെന്ന് മനസ്സിലാക്കി നിൽക്കുകയാണ് ഈതൻ. അപ്പോഴേക്കും അവിടേക്ക് കസ്റ്റമർ വരുന്നത് കണ്ട് കൃത്യം 4 മണിക്ക് തങ്ങൾക്ക് മുൻപ് കണ്ട സ്ഥലത്ത് വെച്ച് വീണ്ടും കാണാമെന്നും അവിടെ വെച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും ഈതനെ അറിയിക്കുകയാണ് ബെവേർലി. അത് കേട്ട് അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ് ഈതൻ. അങ്ങനെ നേരെ അവിടെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന ഈതൻ അവിടെയുള്ള ഫോൺ എടുത്ത് തൻ്റെ ഓഫീസിലേക്ക് കോൾ ചെയ്യുകയാണ്. മറുവശത്ത് കോൾ എടുത്തു എന്ന് കണ്ടതും, ഞാൻ ഈതൻ ബർക്ക്, ആഡം ഹാസ്ലറിനോട് സംസാരിക്കണം എന്നയാൾ അറിയിക്കുമ്പോൾ, ആഡം അവിടെ ഇല്ലെന്നറിയിക്കുന്ന മറുവശത്തെ സ്ത്രീ ശബ്ദത്തിനോട്, അത് മാഴ്സിയാണോ എന്ന് തിരക്കുകയാണ് ഈതൻ. അതെ എന്ന് മറുപടി പറയുന്ന അവരോട്, മാഴ്സി, നീ സിയാറ്റിൽ ഓഫീസിലെ 7th ഫ്ലോറിലെ റിസപ്ഷൻ ഡെസ്കിലാണോ ഇരിക്കുന്നേ എന്ന് അയാൾ തിരക്കുമ്പോൾ, അതെ എന്ന് വീണ്ടും മറുവശത്ത് നിന്ന് മറുപടി കിട്ടുന്നതും,
സിയാറ്റിൽ ഓഫീസിൽ ഒരു 7th ഫ്ലോർ റിസപ്ഷൻ ഡെസ്കും ഇല്ല, നീ ആരാ എന്ന് തന്റെ കോൾ നാട്ടിലേക്കല്ല കണക്ട് ആയതെന്നും തന്നെ ആരോ പറ്റിക്കുന്നതാണെന്നും മനസ്സിലാക്കി കലിപ്പാവുകയാണ് ഈതൻ. അതോടെ ആ കോളും കട്ടാവുകയാണ്. ഈ സമയം ഈതനെ നിരീക്ഷിച്ചു നിന്ന ആ റെസ്റ്റോറൻറ്റിലെ ലേഡി ഈതന് കോഫി എടുത്ത് നൽകുകയാണ്. അവരോട് നിങ്ങൾക്ക് ഈ ടൗണിലെ എല്ലാവരെയും അറിയില്ലേ എന്ന് തിരക്കുകയാണ് ഈതൻ. പിന്നെ ഇവിടെയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്ന് അതിന് അവർ മറുപടി നൽകുമ്പോൾ താൻ തിരക്കി വന്ന ബിൽ ഈവൻസ് വടിയായത് കണ്ടു. ഇനി ബാക്കിയുള്ള കെയ്റ്റ് ഹൂസിനെ കുറിച്ച് തിരക്കുകയാണ് ഈതൻ. എന്നാൽ ആ പേരിൽ തനിക്ക് ആരെയും അറിയില്ലെന്ന് ആ ലേഡി നിൽക്കുമ്പോൾ കെയ്റ്റിന്റെ ഇവിടുത്തെ വീടിന് മുൻപിലെ നെയിം ബോർഡ് ഓർക്കുന്ന ഈതൻ ആ ബാലിഞ്ചർ എന്ന് അത് പറയുമ്പോൾ ഓ അവരാണോ, ആ പുള്ളിക്കാരി നൈസാ, അവരുടെ വന്നിട്ട് വർഷങ്ങളായി, ഇവിടെയുള്ള ടോയ് സ്റ്റോളിലാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയിക്കുകയാണ് ആ ലേഡി. അവരോട് താങ്ക്സും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈതൻ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ അങ്ങ് നാട്ടിൽ തങ്ങളുടെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ് ഈതന്റെ ഭാര്യ തെരേസ. വൈകി വീട്ടിലെത്തിയ ഈതൻ വൈകി വന്നതിന് ഭാര്യയോട് സോറി പറഞ്ഞു നിൽക്കുമ്പോൾ ഈതനും കെയ്റ്റും തമ്മിലുള്ള അവിഹിത ബന്ധം പൊക്കിയ തെരേസ ആ അർത്ഥത്തിൽ അയാളെ സംശയിച്ച് ചോദ്യം ചെയ്യുമ്പോൾ താൻ ആ ബന്ധമൊക്കെ ഉപേക്ഷിച്ചു എന്ന് ഭാര്യയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഈതൻ. പെട്ടെന്ന് അവിടേക്ക് വരികയാണ് അവരുടെ മകൻ ബെൻ. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ടാവുമ്പോൾ വരുന്ന വാർത്തകളിലൊന്നും തന്റെ അച്ഛൻ മിസ്സിംഗ് ആയ ന്യൂസ് ഇല്ലെന്ന് കണ്ട് ക്ഷോഭിക്കുന്ന ബെന്നിനോട് മറ്റു വാർത്തകളിലൊക്കെ എന്ത് സംഭവിച്ചു എന്ന സ്ഥിരീകരണം ഉണ്ടെന്നും ഈതന്റെ കാര്യത്തിൽ അതില്ലെന്നും അതിനാലാകാം അത് വാർത്ത ആവാത്തതെന്നും അറിയിക്കുകയാണ് തെരേസ. അത് കേട്ട് 5 ദിവസമായിട്ട് തന്റെ അച്ഛൻ മരണപ്പെട്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലെങ്കിൽ അച്ഛൻ വീണ്ടും അച്ഛന്റെ കാമുകിക്കൊപ്പം പോയതാണോ എന്ന് തന്റെ സംശയം പറയുകയാണ് ബെൻ. അതിന് മറുപടി ഇല്ലാണ്ടിരിക്കുകയാണ് തെരേസ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഇവിടെ ഇങ്ങ് വേവ്വുഡ് പൈൻസിൽ ടോയ് ഷോപ്പിന് മുൻപിലെത്തിയ ഈതൻ അവിടെ തന്റെ കാമുകി കെയ്റ്റിനെ കണ്ട് തങ്ങളുടെ ആഴ്ചകൾ മുൻപേ വരെ ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ ഓർമ്മകളിൽ നിൽക്കുകയാണ്. ശേഷം ആ ഷോപ്പിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണ് ഈതൻ. അയാളെ കണ്ട് ഭാവമാറ്റം ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്ന കെയ്റ്റ് അയാൾക്ക് അവിടെ നിന്ന് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ നെന്നീം ഈവൻസിനെയും തിരക്കി വന്നതാ. ഇവിടെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കണ്ടെത്തി. നീ ടോയ് സ്റ്റോറിൽ ജോലി ചെയ്യുന്നു, ഹറോൾഡ് എന്ന ഒരാൾക്കൊപ്പം താമസിക്കുന്നു. ബില്ലാവട്ടെ അവിടെ ചത്തഴുകി ടൗണിന്റെ ഓരോരത്ത് ഏതോ വീട്ടിൽ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈവൻസിന് എന്താ പറ്റിയേ കെയ്റ്റ്, നിനക്കെന്താ പറ്റിയേ എന്ന് ഒരെത്തും പിടിയും കിട്ടാതെ തിരക്കുകയാണ് ഈതൻ. അതെല്ലാം കേട്ടിട്ടും ഒരു ഭാവമാറ്റവും ഇല്ലാണ്ട് നിൽക്കുകയാണ് കെയ്റ്റ്. അപ്പോഴേക്കും കെയ്റ്റിന്റെ ഭർത്താവ് അവിടേക്ക് വന്നിരുന്നു. അയാളെ തന്റെ ഭർത്താവാണെന്ന് ഈതന് പരിചയപ്പെടുത്തുകയാണ് കെയ്റ്റ്. ഈതനെ പരിചയപ്പെടുന്ന ഹറോൾ തനിക്ക് സ്കൂളിലേക്കുള്ള ഒരു വർക്ക് ഉണ്ടെന്ന് പെട്ടെന്ന് തന്നെ അകത്തേക്കും പോവുകയാണ്. അതോടെ കെയ്റ്റ് വിവാഹം കഴിച്ചത് താൻ അറിഞ്ഞില്ലല്ലോ എന്ന കാര്യം പറഞ്ഞു നിൽക്കുന്ന ഈതനോട് എന്താണ് വേണ്ടത് എന്ന് വിഷയമായിട്ട് തിരക്കുകയാണ് കെയ്റ്റ്. അതും കൂടെ കേട്ട് കലിപ്പിൽ അവിടുന്ന് കുറച്ച് ഡക്സിന്റെ ടോയ്സ് എടുത്ത് അത് തനിക്ക് പാക്ക് ചെയ്ത് തരാൻ ആവശ്യപ്പെടുകയാണ് ഈതൻ. ശേഷം അതിന് ക്യാഷ് എടുത്ത് നീട്ടുന്ന ഈതൻ ഈ ക്യാഷിന് എന്താ പറ്റിയേ, എല്ലാം 1988നും അതിനു മുൻപ് ഉള്ളത്. ഇതൊക്കെ ഗവൺമെന്റ് നിരോധിച്ച നോട്ട്സ് അല്ലേ? ഈ ടൗൺ മൊത്തം ഈ വ്യാജ നോട്ടുകളാണല്ലോ, ഇവിടെ എല്ലാം വ്യാജമാ, നിങ്ങളൊക്കെ എന്താ മറച്ചു വെക്കുന്നേ എന്ന് തിരക്കുമ്പോൾ അതിനും മറുപടി നൽകാതെ ആ ടോയ്സ് പൊതിഞ്ഞെടുക്കട്ടെ എന്ന് നിൽക്കുകയാണ് കെയ്റ്റ്. അത് കേട്ട് തനിക്ക് ഈവൻസിനെ കുറിച്ച് അറിയണമെന്നറിയിക്കുകയാണ് ഈതൻ. ബിൽ ഈവൻസിന്റെ കാര്യം വളരെ കഷ്ടമായിപ്പോയി, പ്രത്യേകിച്ച് അയാളുടെ വിധവയുടെ കാര്യം എന്ന് അതിന് കെയ്റ്റ് മറുപടി അറിയിക്കുമ്പോൾ ഈവൻസ് വിവാഹിതനല്ലെന്ന് തങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമെന്ന് നിൽക്കുകയാണ് ഈതൻ. പട്രീഷ്യ ഈവൻസിന്റെ മരണശേഷവും അവൾ അവരുടെ വീട്ടിൽ തന്നെ താമസം. ഞാൻ അവളെ എന്നും കാണും, നിറയെ പൂക്കൾ നിറഞ്ഞ ഒരു വീട് എന്ന് തനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും അറിയിക്കാൻ സാധിക്കില്ലെന്ന പോലെ കെയ്റ്റ് പറയാതെ പറയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്ന ഈതൻ അവിടെ ഭിത്തിയിൽ ഒരു ഒഫീഷ്യൽ നോട്ടീസ് കണ്ട് അത് നോക്കി നിൽക്കുമ്പോൾ ഡോണ്ട് ട്രൈ ടു ലീവ്, ഡോണ്ട് ഡിസ്കസ് ദ പാസ്റ്റ്, ഡോണ്ട് ഡിസ്കസ് യുവർ ലൈഫ് ബിഫോർ, ഓൾവേസ് ആൻസർ ദ ഫോൺ ഇഫ് ഇറ്റ് റിങ്സ് എന്ന അതിലുണ്ടായിരുന്ന അവിടുത്തെ നിയമം ഉറക്കെ പറയുകയാണ് കെയ്റ്റ്. എന്തൊക്കെയായി കൊച്ചി ടൗണിൽ നടക്കുന്നത്? എന്തൊക്കെയാ അല്ലേ? അപ്പോഴേക്കും കെയ്റ്റിന് ഒരു കോളും വന്നിരുന്നു. ആ കോൾ അറ്റൻഡ് ചെയ്ത് നിൽക്കുകയാണ് കെയ്റ്റ്. പിന്നീട് ടോയ് സ്റ്റോറിൽ നിന്ന് നേരെ കെയ്റ്റ് പറഞ്ഞ അഡ്രസ്സിൽ ഈവൻസിന്റെ ഭാര്യയെ കാണാൻ വന്ന് നിൽക്കുന്ന ഈതൻ അവരുടെ ഡോറിൽ തട്ടി വിളിച്ച് നിങ്ങളാണോ മിസ്സിസ് വില്യം ഈവൻസ് എന്ന് തിരക്കുമ്പോൾ അതെ നിങ്ങളാരാ എന്ന് തിരക്കുകയാണ് ആ വീട്ടിലെ ലേഡി. അവർക്ക് തന്നെ പരിചയപ്പെടുത്തുന്ന ഈതൻ ഞാനും ബില്ലും കൊളീഗ്സ് ആണ്, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സീക്രട്ട് സർവീസിൽ എന്നുകൂടി പറയുമ്പോൾ തന്റെ ഭർത്താവ് അതിന് സീക്രട്ട് സർവീസിലൊന്നും അല്ലായിരുന്നു എന്നും പുല്ലറിയുന്ന ജോലിയായിരുന്നു ചെയ്തിരുന്നതെന്നും പറയുകയാണ് ആ ലേഡി. അത് അവിടുന്നും പോയ മട്ടിൽ നിൽക്കുന്ന ഈതൻ അവരും ബില്ലും വിവാഹിതരായിട്ട് എത്ര നാളായെന്ന് തിരക്കുകയാണ്. 1 വർഷം.
എന്നവർ അറിയിക്കുമ്പോൾ നോക്ക് ബില്ലി ഇവൻസ് വിവാഹിതനാണെന്ന് ഒരു റെക്കോർഡും ഇല്ല എന്ന് തൻ്റെ അറിവ് പറയുകയാണ്. അത് കേട്ട് തൻ്റെ ന്യൂബോൺ ബേബിക്കൊപ്പം താൻ ഒറ്റയ്ക്ക് അവിടെ താമസമുള്ളൂ എന്ന് ഈതനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അവർ ഡോർ അടയ്ക്കുകയാണ്. അവരോട് ഈവൻസിനെ കണ്ടെത്താനാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എന്നിട്ടിപ്പോൾ അയാൾ കൊല്ലപ്പെട്ടു എന്ന് ഞാൻ കണ്ടെത്തി എന്ന് ഈതൻ പറയുമ്പോൾ തൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടതല്ലെന്നും അയാൾ ആത്മഹത്യ ചെയ്തതാണെന്നും താനത് കണ്ടെന്നും അറിയിക്കുകയാണ് ആ ലേഡി. അതുകൂടി കേട്ട് വീണ്ടും കിറങ്ങി നിൽക്കുകയാണ് ഈതൻ. നേരെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന അയാൾ അവിടെ നെയിൽ പോളിഷ് ഇട്ടിരിക്കുന്ന ലേഡിയോട് പോപ്പ് തിരികെ വന്നോ എന്ന് തിരക്കുമ്പോൾ ആർക്കറിയാം എന്നൊരു മൈൻഡ് ഇല്ലാണ്ടിരിക്കുകയാണ് ആ ലേഡി. അപ്പോഴേക്കും ഒരു ഐസ്ക്രീമും കഴിച്ച് ഷെറിഫ് പോപ്പ് അവിടേക്ക് എത്തിയിരുന്നു. കേസിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും സംസാരിക്കാതെ താൻ കഴിക്കുന്ന ഐസ്ക്രീമിനെ കുറിച്ച് സംസാരിച്ച് നടക്കുന്ന അയാൾ ഹോട്ടൽ റൂമിൽ സൗകര്യം പോരെങ്കിൽ ഇതിന് അവിടെ ലോക്കപ്പ് നൽകാമെന്നും അയാൾ ബില്ലി ഇവൻസിന്റെ ഭാര്യയെ കാണാൻ പോയത് താൻ അറിഞ്ഞു എന്നും കൂടി പറയുമ്പോൾ 2 ആഴ്ച മുൻപ് കാണാതായ ഈവൻസിന് ഒരു ഭാര്യയും കുട്ടിയുമായ കാര്യം തനിക്ക് അറിയില്ലെന്ന് നിൽക്കുന്ന ഈതൻ ഫോറൻസിക്കിന്റെ കാര്യങ്ങൾ തിരക്കുകയാണ്. അതിന് ഈവൻസിന്റെ ബോഡി 1 മണിക്കൂർ മുൻപ് എടുത്തുകൊണ്ട് പോയെന്നും നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമെന്നും പോപ്പ് മറുപടി നൽകുമ്പോൾ ഈവൻസ് ആത്മഹത്യ ചെയ്തതുപോലെയാണല്ലോ അയാളുടെ ഭാര്യ പറഞ്ഞത് എന്ന് നിൽക്കുകയാണ് ഈതൻ. നോക്കും മിസ്റ്റർ ഈതൻ, നിങ്ങൾക്ക് ഈ നടക്കുന്നതൊന്നും അങ്ങോട്ട് കലങ്ങാത്തത് നിങ്ങൾക്ക് ആ അപകടം നടന്ന ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ടാണ്. ഡോക്ടർ അത് പറഞ്ഞിട്ടില്ലേ എന്ന് പോപ്പ് ചോദിക്കുമ്പോൾ ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന ഈതന് പക്ഷെ ഈവൻസിന്റെ ഡെഡ് ബോഡിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു. അങ്ങനെ നേരെ വേവർഡ് പൈൻസിലെ ഒരേ ഒരു ഹോസ്പിറ്റലിലേക്ക് വീണ്ടും വരുന്ന ഈതൻ അവിടെ മോർച്ചറിയിലെത്തി ഈവൻസിന്റെ ഡെഡ് ബോഡി തിരഞ്ഞു കണ്ടെത്തി അയാളുടെ വസ്ത്രങ്ങളും ബൂട്ട്സും ഊരിവെച്ചിരിക്കുന്നതിന് അടുത്തെത്തി ഈവൻസിന്റെ ആ നോട്ട്സ് തിരഞ്ഞു കണ്ടെത്തുകയാണ്. ഈതൻ അത് നോക്കി നിൽക്കുമ്പോഴാണ് പുറകിൽ സിസ്റ്റർ പാം വരുന്നത്. അവരുടെ കാലൊച്ച കേട്ട ഈതൻ അപ്പോഴേക്കും ആ നോട്ട്സ് തന്റെ പോക്കറ്റിൽ വെച്ചിരുന്നു. തലേന്ന് രാത്രിയിൽ പാമിനെ അടിച്ചിട്ടിട്ട് ഓടിയ ഈതൻ ഇനി എന്ത് സംഭവിക്കുമെന്ന പരിങ്ങലിൽ ഡോക്ടർ ഇവിടെയല്ലേ എന്ന് അവരോട് തിരക്കുമ്പോൾ ഡോക്ടർ പോയല്ലോ, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ എന്ന് തിരക്കുകയാണ് പാം. നിങ്ങൾ മുകളിലെ നിലയിലല്ലേ വർക്ക് ചെയ്യുന്നേ എന്ന് ഈതൻ സംശയം ചോദിക്കുമ്പോൾ എനിക്കിവിടെ എവിടെ വേണമെങ്കിലും പോകാം എന്നവർ നിൽക്കുമ്പോൾ നൈസിന് അവിടുന്ന് പുറത്തേക്ക് നടക്കുകയാണ് ഈതൻ. അയാളോട് നിങ്ങൾക്ക് ഭാര്യയോട് സംസാരിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടല്ലേ, ഉടനെ നിങ്ങൾ ഒരുമിക്കും എന്ന് പാം പറയുമ്പോൾ അത് കാര്യമാക്കാതെ അവിടെ നിന്ന് പുറത്തേക്ക് നടക്കുന്ന ഈതന് തെരേസയും ബെന്നും അബോധാവസ്ഥയിൽ സ്ട്രെച്ചറിൽ കിടക്കുന്നതും അവരെ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓപ്പറേഷൻ ടേബിളിലേക്ക് കൊണ്ടുപോകുന്നതുമായ കാഴ്ച കാണുകയാണ്. അത് കണ്ട് അവർക്ക് പുറകെ ഓടി ചെല്ലുന്ന ഈതൻ അവരെ വിളിച്ചു നടന്ന് അവിടെ മാകെ തിരച്ചിൽ നടത്തുകയാണ്. എന്നാൽ അവിടെ ആരെയും ഈതൻ കണ്ടിരുന്നില്ല. പെട്ടെന്ന് അവിടേക്ക് ഡോക്ടർ ജെങ്കിൻസ് വരികയാണ്. അയാളോട് എൻ്റെ ഭാര്യയും മോനും ഞാൻ അവരെ ഇപ്പൊ കണ്ടു, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അവരെ കാണുന്നില്ല എന്ന് പുലമ്പി നിൽക്കുമ്പോൾ നോക്കീതൻ, ഇവിടെ പുതിയ പേഷ്യൻസ് ആരും അഡ്മിറ്റ് ആയിട്ടില്ല, നിങ്ങളിവിടെ വന്നിരിക്കുക, നിങ്ങളുടെ തലയ്ക്ക് നല്ല ക്ഷത ഏറ്റിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് ചികിത്സിക്കണം എന്ന് ഡോക്ടർ പറയുമ്പോൾ അവിടെ തളർന്നിരിക്കുകയാണ് ഈതൻ. അയാളോട് എനിക്കറിയാം നിങ്ങൾ ഭാര്യയും മോനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് ഈതന്റെ തോന്നലാണ് ഇതെല്ലാം എന്നതുപോലെ സംസാരിക്കുകയാണ് ഡോക്ടർ ജെങ്കിൻസ്. ആകെ വല്ലാത്ത അവസ്ഥയിൽ അവിടെ ഇരിക്കുകയാണ് ഈതൻ തന്റെ കണ്ടീഷൻ വളരെ മോശമാവുകയാണ്. എത്രയും പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ ഈ ഹാലൂസിനേഷൻസ് ഇനിയും കൂടി വരും. തനിക്ക് വിവരിക്കാൻ സാധിക്കാത്ത തരത്തിൽ എന്തെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും, താൻ അതിന് സർജറിക്ക് സമ്മതിക്കുക എന്ന് മയത്തിൽ ഡോക്ടർ സംസാരിച്ചു വരുമ്പോഴാണ് നഴ്സ് പാം അവിടേക്ക് വരുന്നത്. പാമ്പിനെ കണ്ടതോടെ അവിടെ നിറങ്ങി പുറത്തേക്ക് നടക്കുകയാണ് ഈതൻ. അത് കണ്ട് നിസ്സഹായ ഭാവത്തിൽ പരസ്പരം നോക്കുകയാണ് ഡോക്ടർ നഴ്സും. ആ സീൻ അവിടെ കട്ടായിട്ട് അങ്ങ് വാഷിംഗ്ടണിലെ സീക്രട്ട് സർവീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ആഡമിനെ കോൾ ചെയ്യുന്ന തെരേസ ഈതനെ കാണാനില്ല എന്നത് ടിവിയിൽ ന്യൂസായിട്ട് വരികയാണെങ്കിൽ തങ്ങൾക്ക് അത് കുറച്ചുകൂടി സഹായകമല്ലേ എന്നും അവരുടെ മകൻ ബെൻ വിശ്വസിക്കുന്നത് ഈതൻ കേറ്റിനൊപ്പം ഒളിച്ചോടിയെന്നാണെന്നും അറിയിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഒരിക്കലും ഈതൻ കേറ്റുമായി ഒളിച്ചോടിയതല്ലെന്നും ഈതൻ ഒരു സീക്രട്ട് സർവീസ് ഏജന്റ് ആയതിനാൽ പബ്ലിക്കിനിടയിലേക്ക് അയാളുടെ വാർത്ത വിടാൻ സാധിക്കില്ലെന്നും അറിയിക്കുകയാണ് ആഡം. അത് കേട്ട് എങ്കിൽ പിന്നെ ഈതനെ ബോയ്സിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തോ എന്ന സംശയം ചോദിക്കുകയാണ് തെരേസ. അതിന് തങ്ങളുടെ ജോലി സംബന്ധമായ ഒന്നും ആരെയും അറിയിക്കാൻ സാധിക്കില്ലെന്ന് തന്റെ നിസ്സഹായ അവസ്ഥ പറയുകയാണ് ആഡം. ആ കോൾ കട്ട് ചെയ്യുകയാണ് തെരേസ. ആ സീൻ അവിടെ കട്ടായിട്ട് ഇങ്ങ് വേവർഡ് പൈൻസിൽ ബെവേർലിയോട് തന്റെ മകനെയും ഭാര്യയും കണ്ടതുപോലെ തോന്നിയ കാര്യം സംസാരിച്ചു നിൽക്കുന്ന ഈതൻ ഈവൻസിന്റെ പക്കലുണ്ടായിരുന്ന നോട്ട്ബുക്ക് കൂടി എടുത്ത് കാണിച്ച് നമുക്ക് രക്ഷപ്പെടാൻ ഇത് യൂസ് ആവുമായിരിക്കും എന്ന് പറയുമ്പോൾ
ഓക്കെ, എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ദേഹത്തുള്ള മൈക്രോ ചിപ്പ് എടുത്ത് മാറ്റണം എന്ന് അയാളോട് അറിയിക്കുകയാണ് ബെവേർലി. എന്ത് മൈക്രോ ചിപ്പോ? അതെവിടുന്ന് വന്ന് എന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് ഈതൻ. ശേഷം ഈതനുമായി ശവക്കല്ലറകൾക്കടുത്തുള്ള വീട്ടിലേക്ക് വരുന്ന ബെവേർലി മൈക്രോ ചിപ്പ് പുറത്തെടുക്കാൻ ഈതന്റെ കാലിൽ ബ്ലേഡ് വെച്ച് കീറിയിരിക്കുമ്പോൾ വേദന കൊണ്ട് നിലവിളിക്കുകയാണ് ഈതൻ. അതിനിടയിൽ ഈ ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് ആ ചിപ്പിന്റെ സിഗ്നൽ വർക്ക് ആവാത്തത് എന്ന തന്റെ കണ്ടെത്തൽ വിവരിച്ചിരിക്കുന്ന ബെവേർലിയുടെ കയ്യിൽ നിന്ന് ബ്ലേഡ് വാങ്ങി സ്വയം കാല് കീറി ആ ചിപ്പ് പുറത്തേക്ക് എടുക്കുകയാണ് ഈതൻ. അത് കണ്ട് ആ ചിപ്പ് പോക്കറ്റിൽ സൂക്ഷിക്കാനും എങ്കിൽ മാത്രമേ തങ്ങൾ അത് റിമൂവ് ചെയ്ത കാര്യം തങ്ങൾക്ക് പിന്നിൽ തങ്ങളെ നിരീക്ഷിച്ച് പ്രവർത്തിക്കുന്നവർക്ക് മനസ്സിലാവാതിരിക്കുകയുള്ളൂ എന്നുകൂടി ഈതന് പറഞ്ഞു കൊടുക്കുകയാണ് ബെവേർലി. എല്ലാം കേട്ട് ഈ ടെക്നോളജി മൃഗങ്ങളിൽ പ്രയോഗിക്കുന്നതാണെന്നിരിക്കുന്ന ഈതൻ ബെവേർലിയുടെ പക്കലുണ്ടായിരുന്ന ഡക്ട് ടേപ്പ് വാങ്ങി തന്റെ മുറിവ് കവർ ചെയ്ത് എന്താ ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്നിരിക്കുമ്പോൾ, എന്ത് നമ്മുടെ പ്ലാനോ? താനല്ലടോ സീക്രട്ട് സർവീസ് ഏജന്റ്, താനല്ലേ ഒരു പ്ലാനോടെ വരേണ്ടത്. എനിക്ക് വല്ല പ്ലാനും അറിയാമായിരുന്നെങ്കിൽ 1 വർഷം മുമ്പേ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടേനെ എന്നിരിക്കുകയാണ് ബെവേർലി. അത് കേട്ട് ബെവേർലി പറഞ്ഞ 1999 എന്ന വർഷം തന്റെ ഹാലൂസിനേഷൻ ആണോ എന്നറിയാൻ അവരോട് ആ കാര്യം തിരക്കുന്ന ഈതൻ 5 ദിവസം മുൻപ് 2014 താൻ ഇവിടെ വന്ന വർഷം എന്നത് അവരെ അറിയിച്ച്, നിങ്ങളുടെ പ്രസിഡന്റ് ആരാ എന്ന് ചോദിക്കുമ്പോൾ ബിൽ ക്ലിന്റൺ എന്ന് അമേരിക്കയുടെ 42ാം പ്രസിഡന്റിന്റെ പേര് പറയുമ്പോൾ കിളി പോയതുപോലിരിക്കുന്ന ഈതൻ, നിങ്ങൾ ഒബാമയെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ഈതന്റെ സമയത്തെ പ്രസിഡന്റിനെ പറ്റി തിരക്കുകയാണ്. ആ പേര് പോലും കേട്ടുകേൾവിയില്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന ബെവേർലിയെ കണ്ട് നിങ്ങളുടെ ബർത്ത്ഡേ പറഞ്ഞേ എന്നാവശ്യപ്പെടുന്ന ഈതനോട് നവംബർ 1, 1960 എന്ന് അവർ പറയുമ്പോൾ, 54ാം വയസ്സിൽ നിങ്ങൾ സുന്ദരി എന്നാ എന്ന് തങ്ങളേതോ ടൈം ലൂപ്പിൽ എങ്ങനെയോ വന്നു പെട്ടു. പക്ഷേ എന്ത് എങ്ങനെ എന്നൊന്നും പിടികിട്ടാതിരിക്കുകയാണ് ഈതൻ. ശേഷം പുറത്തേക്ക് നടക്കുന്നതിന് ഇടയിൽ അവിടെയുള്ള ടോം സ്റ്റോൺസ് കാട്ടി അതിൽ ഒന്നിലും ആരുടെയും പേരുകളോ ജനന മരണ ദിവസങ്ങളോ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നത് ബെവേർലിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പല കാലഘട്ടങ്ങളിലായി ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന തന്റെ കണ്ടെത്തൽ പറയുകയാണ് ഈതൻ. അത് കേട്ട് താൻ ഈ ടൗണിൽ കണ്ണു തുറന്ന നിമിഷം മുതൽ ഇവിടെയാണ് ഇതുവരെ ജീവിച്ചത് എന്നതുപോലെ ഇവിടെ ജോലി ചെയ്ത് ഇവിടെയുള്ള വീട്ടിലേക്ക് തിരികെ ഇങ്ങനെയല്ല തന്റെ ജീവിതം എന്നറിഞ്ഞിട്ടും ജീവിക്കേണ്ടി വരുന്ന ഭയത്താലുള്ള ഒരവസ്ഥ പറയുമ്പോൾ എന്തിനു ഭയക്കണം എന്ന് തിരക്കുകയാണ് ഈതൻ. അത് കേട്ട് ഈവൻസിന് എന്താ പറ്റിയെന്നറിയോ? ആരയാളെ കൊന്നതെന്നറിയോ? ഷെറിഫ് പോപ്പ്. ഈ ടൗണിലെ ജനങ്ങൾ നോക്കി നിൽക്കുകയാണ് ഈവൻസിന്റെ കഴുത്തറുത്ത് അയാൾ കൊന്നത് എന്ന ഞെട്ടിക്കുന്ന ആ സത്യം കൂടി പറയുകയാണ് ബെവേർലി. ഞാനും ഈവൻസും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരുമിച്ച് പ്ലാൻ ഇട്ടിരുന്നതാ. 2 ദിവസം മുമ്പ് എല്ലാ ഒരുക്കങ്ങളും അയാൾ ഒറ്റയ്ക്ക് ചെയ്തു. എനിക്ക് ഒരു മുന്നറിയിപ്പും തന്നില്ല എന്ന് ബാക്കി ഓർമ്മകൾ കൂടി ബെവേർലി വിവരിക്കുകയാണ്. അതെ, ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ മരണം ഉറപ്പ്. അങ്ങനെ സംസാരിച്ച് നടന്ന അവർ ടൗണിൽ ഒരു കടയ്ക്ക് മുൻപിൽ എത്തുമ്പോൾ അവിടെയുള്ള ക്യാമറാസ് തങ്ങളുടെ മൈക്രോ ചിപ്പിന്റെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുകയാണ് ഈതൻ. ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഇതുവരെ ഒരു എയ്റോപ്ലെയിൻ പോലും ഞാൻ ഈ ആകാശത്ത് കണ്ടിട്ടില്ല എന്ന് ആകാശം നോക്കി പറഞ്ഞു നിൽക്കുകയാണ് ബെവേർലി. ആ സമയത്താണ് അവിടേക്ക് കേറ്റും ഭർത്താവ് ഹറോൾഡും വരുന്നത്. അവരെ കണ്ട് ഈതന് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ബെവേർലി. തങ്ങൾക്ക് പരിചയമുണ്ടെന്ന് ബെവേർലി അറിയിക്കുന്ന കെയ്റ്റ് അവർ ഡേറ്റിംഗിലാണോ എന്ന് തിരക്കി രാത്രി 7:30 തങ്ങളുടെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിച്ചിട്ട് പോവുകയാണ്. അത് സമ്മതിക്കുകയാണ് ഈതൻ. എന്നാൽ കെയ്റ്റിന്റെ വീട്ടിലേക്ക് പോകാൻ ഇഷ്ടമില്ലാതെ നിൽക്കുകയാണ് ബെവേർലി. ആ സീൻ അവിടെ കട്ടായിട്ട് ഇങ്ങ് നാട്ടിൽ ഈതന്റെ വീട്ടിൽ തന്റെ ഫ്രണ്ടിനോട് ഈതനെ തിരക്കി രാവിലെ ബോയ്സിലേക്ക് പോകുന്ന കാര്യം പറയുന്ന തെരേസ ഈതൻ കെയ്റ്റിനൊപ്പം ആണെങ്കിൽ അയാളെ താൻ ശരിക്കും കൊല്ലും എന്നതുകൂടി അറിയിക്കുകയാണ്. അത് കേട്ട് അവിടെ വന്ന് നിന്ന ബെൻ താനും അമ്മയ്ക്കൊപ്പം വരുന്നുണ്ടെന്ന് തെരേസ അറിയിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഇങ്ങ് വേവേർഡ് പൈൻസിൽ ബില്ലി ഈവൻസിന്റെ നോട്ട്ബുക്കിൽ നിന്ന് കിട്ടിയ അവിടുത്തെ മാപ്പും എടുത്ത് നോക്കിയിരിക്കുന്ന ഈതൻ ശേഷം തന്റെ മൈക്രോ ചിപ്പ് എടുത്ത് ഡക്ട് ടേപ്പിൽ ഒട്ടിച്ച് അത് തന്റെ ബെഡിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് ഈതനെ നിരീക്ഷിക്കുന്നവർക്ക് ഈതൻ ഇപ്പോൾ റൂമിൽ തന്നെയാണ് ഉള്ളത് എന്നേ തോന്നുകയുള്ളൂ. ഈ സമയം ബെവേർലി വർക്ക് ചെയ്യുന്ന ബാറിൽ നഴ്സ് പാമും പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന അർലിൻ എന്ന ലേഡിയും കൂടി ഈതൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ സംസാരിച്ച് നിൽക്കുന്നത് ശ്രദ്ധിച്ച് അവർക്ക് സെർവ് ചെയ്ത് നിൽക്കുകയാണ് ബെവേർലി. ബെവേർലിയെ കണ്ട് ബെവേർലിയും ഈതനും ഒരുമിക്കാൻ പോവുകയാണോ എന്ന് തിരക്കുകയാണ് പാം. അത് കേട്ട് ഹേയ് ഇല്ല, അയാൾക്ക് ഒരു ഭാര്യയുണ്ട്, അയാൾ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് ഈതന്റെ പാസ്റ്റിനെ കുറിച്ച് ഓർക്കാതെ പറയുകയാണ് ബെവേർലി. അത് ശ്രദ്ധിച്ച പാം ആവട്ടെ, ഓ അപ്പൊ നീ അതൊക്കെ അവനോട് സംസാരിച്ചു അല്ലേ എന്ന് വേവേർഡ് പൈൻസിലെ നിയമം തെറ്റിച്ചു എന്ന പോലെ ചോദിക്കുമ്പോൾ, എന്ത് ഇത് എന്റെ ജോലിയല്ലേ? അയാൾ ഇവിടെ ഇരുന്ന് പറഞ്ഞു, ഞാനത് കേട്ടു.
പക്ഷേ പാസ്റ്റ് ഒന്നും അല്ല എന്ന് ആകെ പരിഭ്രാന്തിയിൽ പറഞ്ഞൊപ്പിച്ച് വല്ലാതെ നിൽക്കുകയാണ് ബെവേർലി. അതേസമയം കാടിനുള്ളിലേക്ക് ഈവൻസിന്റെ മാപ്പിലെ ബാക്ക് പാക്ക് എന്ന അടയാളം നോക്കി നടക്കുന്ന ഈതൻ ഒടുവിൽ ഒരു മരത്തിന് മുകളിൽ ഒരു ബാഗ് കാണുകയാണ്. പെട്ടെന്നാണ് ദൂരെ കുന്നിന് മുകളിൽ ഒരു ഷൂട്ട് ഔട്ട് ശബ്ദം കേൾക്കുന്നത്. അവിടേക്ക് നോക്കുന്ന ഈതൻ ആരോ ഒരാൾ പുറംതിരിഞ്ഞു നിന്ന് എന്തിനെയോ ഷൂട്ട് ചെയ്ത് നിൽക്കുന്നത് കാണുകയാണ്. അവിടെ അധിക നേരം നിൽക്കാതെ വേഗം ബാഗും എടുത്തിറങ്ങുകയാണ് ഈതൻ. പിന്നീട് ബെവേർലിയെ ഡിന്നറിന് കൂട്ടാൻ വരുന്ന ഈതനോട് ഈ വീട് ഇനി ഒരിക്കലും ഞാൻ കാണരുത് എന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്ന പ്രതീക്ഷയിൽ പറഞ്ഞു നടക്കുന്ന ബെവേർലി, കേറ്റിന്റെ വീട്ടിൽ നമുക്ക് പോകണ്ട, എനിക്കവരെ തീരെ വിശ്വാസമില്ല, ഈവൻസിനും വിശ്വാസമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ തനിക്ക് കേറ്റിനെ വളരെ കാലമായിട്ട് അറിയാമായിരുന്നുവെന്നും പക്ഷെ ഇപ്പോൾ തനിക്കും കേറ്റിനെ വിശ്വാസമില്ലെന്ന് അറിയിക്കുന്ന ഈതൻ തങ്ങൾ ഈ ഡിന്നർ സ്കിപ്പ് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമെന്ന് അറിയിക്കുകയാണ്. ഞാനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടൗണിന് പുറത്തെത്താൻ ഞാനൊരു റൂട്ട് കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ ആ ഡിന്നറിന് ഇരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ ബാത്റൂമിലേക്ക് എഴുന്നേൽക്കും. എന്നിട്ട് ആ ബാത്റൂമിൽ മൈക്സ് വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് നീയും അതുപോലെ ബാത്റൂമിൽ പോകണം. എന്നിട്ട് ആ ചിപ്പ് അവിടെ എവിടെയെങ്കിലും ആരും കാണാത്തതുപോലെ ഉപേക്ഷിക്കണം. പിന്നെ ടേബിളിൽ തിരിച്ചു വരുന്നു, ഡിന്നർ ഫിനിഷ് ചെയ്യുന്നു, അവരോട് യാത്ര പറഞ്ഞിറങ്ങി നേരെ സെമിത്തേരിയിലേക്ക് പോകുന്നു, ഈവൻസിന്റെ ബാഗ് എടുക്കുന്നു എന്ന് പദ്ധതിയൊക്കെ ഈതൻ പറയുമ്പോൾ അവർ നമ്മളെ പൊക്കിയാലോ എന്ന് ആദിയിൽ നിൽക്കുകയാണ് ബെവേർലി. അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് അവരെ സമാധാനിപ്പിക്കുകയാണ് ഈതൻ. ശേഷം നേരെ കേറ്റിന്റെ വീട്ടിൽ ഡിന്നറിന് വരുന്ന അവരോട് കാര്യമായിട്ട് സംസാരിക്കുകയാണ് കേറ്റ്. ഹറോൾ അവിടെ കടയിട്ടിട്ട് 8 വർഷമായെന്നത് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഈതൻ വെപ്രാളപ്പെട്ടിരിക്കുന്ന ബെവേർലിയെ തൊട്ട് സിഗ്നൽ നൽകി നൈസിന് ബാത്റൂമിലേക്കെന്ന് കേറ്റിനോട് പറഞ്ഞ് എഴുന്നേൽക്കുകയാണ്. അതോടെ ബെവേർലിയോട് സംസാരിക്കുന്ന കേറ്റ്, ഹറോൾ റോക്കിംഗ് ഹോഴ്സിൽ കില്ലാടിയ എന്ന് പറയുമ്പോൾ പോർട്ട്ലാൻഡിൽ എൻ്റെ മോൾക്കും ഒരു റോക്കിംഗ് ഹോഴ്സ് ഉണ്ട് എന്ന് ഓർക്കാതെ തൻ്റെ കഴിഞ്ഞകാല ജീവിതം പറഞ്ഞു പോവുകയാണ് ബെവേർലി. അത് കേട്ടതോടെ ഓ നിനക്കൊരു മോൾ ഉണ്ടായിരുന്നോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്താ അവളുടെ പേര് എന്ന് കേറ്റ് ആകാംക്ഷയിൽ തിരക്കുമ്പോൾ വെപ്രാളത്തിൽ താൻ തൻ്റെ പാസ്റ്റ് പറഞ്ഞ പേടിയിൽ വിറയ്ക്കുന്ന ബെവേർലി ആകെ കിറങ്ങിയിരിക്കുമ്പോഴേക്കും ഈതൻ തിരികെ വന്നിരുന്നു. അപ്പോഴും ബെവേർലിയുടെ മകളെ പറ്റി തിരക്കുകയാണ് കേറ്റ്. പെട്ടെന്ന് രക്ഷപ്പെടാനായി ബാത്റൂമിലേക്ക് എന്ന് എഴുന്നേറ്റ് പോവുകയാണ് ബെവേർലി. നേരെ ബാത്റൂമിൽ വന്ന് തനിക്ക് പറ്റിയ അബദ്ധം ഓർത്ത് വീണ്ടും വെപ്രാളപ്പെട്ട് നിൽക്കുന്നവർ മൈക്രോ ചിപ്പ് അവിടെ വെച്ച് നിൽക്കുകയാണ്. ഈ സമയം ഹറോൾ ഹോഴ്സ് ഷൂ ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഈതനോട് പറയുന്ന കേറ്റ് ഈതൻ അത് കളിച്ചിട്ടുണ്ടോ എന്ന് തിരക്കുകയാണ്. ബെവേർലിയെ പോലെ മണ്ടത്തരമൊന്നും പറയാതെ ഈതൻ ഇരിക്കുമ്പോൾ ബെവേർലി പോയിട്ട് കുറെ നേരമായല്ലോ, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് എഴുന്നേൽക്കുകയാണ് കേറ്റ്. അവൾക്ക് വൈറ്റ്നസ് സുഖമില്ലെന്ന് പറയുന്ന കേട്ടായിരുന്നു, നിങ്ങൾ കഴിക്കുക, ഞാൻ പോയി നോക്കാം എന്ന് എഴുന്നേൽക്കുകയാണ് ഈതൻ ചെല്ലുമ്പോൾ ബാത്റൂമിൽ ബെവേർലി ഉണ്ടായിരുന്നില്ല. തിരികെ വരുന്ന ഈതൻ അവർക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സോറി കേട്ടോ, ബെവേർലിക്ക് വൈറ്റിന് തീരെ വയ്യ, പുള്ളിക്കാരി പുറത്ത് നിൽപ്പുണ്ട്, ഞാൻ ഒന്ന് വീട് വരെ ആക്കിയിട്ട് വരാം എന്നവരോട് പറഞ്ഞൊപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈതൻ ഇറങ്ങിയതും അവർ ഇവിടുന്ന് ഒളിച്ചോടാൻ നിൽക്കുവാണെന്ന് നിനക്ക് തോന്നുന്നോ എന്ന് കേറ്റിനോട് തിരക്കുകയാണ് ഹറോൾ. അത് ഉറപ്പല്ലേ എന്ന് നിഗൂഢഭാവത്തിൽ നിൽക്കുകയാണ് കേറ്റ്. പുറത്ത് തനിക്ക് പറ്റിയ അബദ്ധമോർത്ത് സ്വയം തെറിവിളിച്ച് നടക്കുന്ന ബെവേർലിയെ കണ്ടെത്തുന്ന ഈതൻ തങ്ങളുടെ പ്ലാനിംഗ് ഒക്കെ ഇങ്ങനെ കുളമാക്കിയത് എന്താണെന്ന് അവരോട് തിരക്കുമ്പോൾ എനിക്ക് ഒരു മകളുണ്ടെന്ന് അവരോട് പറഞ്ഞുപോയി, അവർക്കെല്ലാം മനസ്സിലായെന്നാ തോന്നുന്നേ എന്ന് വെപ്രാളപ്പെടുകയാണ് ബെവേർലി. അത് കണ്ട് അവരെ സമാധാനിപ്പിച്ച് കൂളായിട്ട് നടക്കാമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈതൻ. അയാളോട് മൈക്രോ ചിപ്പ് കേറ്റിന്റെ ബാത്റൂമിൽ ഉപേക്ഷിച്ചത് പറയുന്ന ബെവേർലിയോട് നിനക്ക് ഒരു മകളുണ്ടായിരുന്നോ എന്ന് ഈതൻ ചോദിക്കുമ്പോൾ 6 വയസ്സേ ഉള്ളൂ അവൾക്ക്, പോർട്ട്ലാൻഡിൽ എൻ്റെ അമ്മയ്ക്കൊപ്പമാ താമസം, നോക്ക് എനിക്കൊരു സത്യം ചെയ്തതാ, ഒരു പക്ഷേ എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ അവൾക്കരികിൽ ഒന്ന് പോകണം എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് ബെവേർലി. അത് കേട്ട് അവർ ഒരുമിച്ച് അവിടുന്ന് രക്ഷപ്പെടുമെന്ന് വീണ്ടും സമാധാനിപ്പിക്കുകയാണ് ഈതൻ. പെട്ടെന്നാണ് ആ പ്രദേശത്തെ വീടുകളിലെല്ലാം ലൈറ്റ്സ് തെളിയുന്നതും ഫോണുകൾ ഒരുമിച്ച് റിംഗ് ആകുന്നതും. അത് കേട്ട് ഭയന്ന് നടുങ്ങി ബെവേർലി നിൽക്കുമ്പോൾ കാര്യം തിരക്കുകയാണ് ഈതൻ. ഈവൻസിനെ അവർ കൊന്ന ദിവസവും ഇങ്ങനെയായിരുന്നു എന്ന് ബെവേർലി പരിഭ്രാന്തയാകുന്നതും കാര്യം മനസ്സിലാക്കുന്ന ഈതൻ നമ്മളിവിടുന്ന് എത്രയും വേഗം പോകണം, എൻ്റെ കയ്യിൽ നിന്ന് പിടിവിടരുത് എന്ന് ബെവേർലിയുടെ കൈയും പിടിച്ച് ഓടുകയാണ്. എന്നാൽ ആ ടൗണിലെ ആളുകൾ ഒന്നടങ്കം തങ്ങൾക്ക് പുറകെ വരുന്നെന്ന് മനസ്സിലാക്കുന്ന ഈതൻ സെമിത്തേരിയിൽ പോയി ആ മാപ്പ് എടുക്ക്, നീ നിന്റെ മകളുടെ അടുത്തേക്ക് പോവാൻ നോക്ക്, ഞാൻ അവരുടെ ശ്രദ്ധ മാറ്റാം എന്ന് ബെവേർലിയെ രക്ഷപ്പെടുത്താൻ ആളുകൾ കാണുന്ന പോലെ ഒറ്റയ്ക്കോടുകയാണ് ഈതൻ. പക്ഷേ ഈതൻ ഇല്ലാതെ അവിടുന്ന് രക്ഷപ്പെടാൻ മനസ്സില്ലാതെ നിൽക്കുകയാണ് ബെവേർലി. ടൗണിലെ ആളുകളുടെ മറ്റൊരു മുഖം ഇത്ര ഭയാനകമായി അവിടെ ഓരോ മുക്കും മൂലയും അവർക്കായി തിരച്ചിൽ നടത്തുമ്പോൾ ഒടുവിൽ ധൈര്യം സംഭരിച്ച് രക്ഷപ്പെടാമെന്ന് നടക്കുകയാണ് ബെവേർലി.
പക്ഷേ അവർ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ വന്നു പെടുകയാണ്. ഈ സമയം ഒരു ബിൽഡിംഗിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടിരുന്നു ഈതൻ. അതേസമയം അടികിട്ടി ബോധരഹിതയായ ബവേർലിയെ വലിച്ചിഴച്ച് ഷെരീഫ് പോപ്പിന് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു ആളുകൾ. അപ്പോൾ ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ പങ്കെടുത്ത എല്ലാവരോടുമായി തങ്ങളുടെ സിവിക് ഡ്യൂട്ടി ഭംഗിയായി നിർവഹിച്ച് ഈ ലേഡിയെ നിയമത്തിന് മുൻപിൽ എത്തിച്ച കേറ്റിനും ഹറോൾഡിനും നന്ദി അറിയിക്കുന്നു. ബവേർലി ബ്രൗൺ എന്ന ഈ ലേഡി ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇവരുടെ പാസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. ഈ ടൗൺ സുരക്ഷിതമാക്കുക എന്നത് എൻ്റെ മാത്രം ജോലിയല്ല, എല്ലാവരുടെയും കൂടെ ഡ്യൂട്ടിയാണ് എന്ന് പോപ്പ് പ്രസംഗിക്കുമ്പോൾ ഇവൾ ഇത് അർഹിക്കുന്നുണ്ട്, വേഗമാകട്ടെ ഷെരീഫ് എന്ന് ആക്രോശിക്കുകയാണ് ആ ജനക്കൂട്ടം. ഈ സമയം ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ഈതൻ വിൻഡോയിൽ കൂടി താഴേക്ക് നോക്കുന്നതും ഈ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്ന് പോവുകയാണ്. ടൗണിലെ നിയമം തെറ്റിക്കുന്ന ആളുകളോട് ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് ജീവന് വേണ്ടി കേണു നിന്ന അവശയായ ബവേർലിയുടെ കഴുത്തറക്കുകയാണ് ഷെരീഫ് പോപ്പ്. ഒന്നും ചെയ്യാൻ സാധിക്കാതെ അതിന് സാക്ഷിയാവുകയാണ് ഈതൻ. കൂടി നിന്ന ആളുകളിൽ ചിലരുടെയെങ്കിലും കണ്ണുകളിൽ സഹതാപം നിറയുമ്പോൾ ഒരു ഭാവവുമില്ലാണ്ട് നിൽക്കുകയാണ് കേറ്റ്. അന്ന് പെയ്ത മഴയിൽ ബവേർലിയുടെ രക്തത്തിന്റെ നിറം പടരുമ്പോൾ ഇങ്ങ് നാട്ടിൽ അതേ മഴയുള്ള രാത്രിയിൽ ഐഡഹോ എന്ന ബോർഡിന് അരികിലെത്തിയിരുന്നു ഈതന്റെ ഭാര്യയും മകനുമുള്ള കാർ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഈതൻ അയാളുടെ ഭാര്യയും മകനെയും ഇവിടെ ഹോസ്പിറ്റലിൽ കണ്ടത് ശരിക്കും അയാളുടെ ഹാലൂസിനേഷൻ ആയിരുന്നോ അതോ ബവേർലിയെ കൊല്ലാൻ ഇട്ടുകൊടുത്തെങ്കിൽ ശരിക്കും ഈ കേറ്റ് ഇവിടെ ആരാണ്? ഈ ടൗണിൽ ഇങ്ങനെ ഒരു നിയമം വെച്ച് പുലർത്തുന്നത് എന്തിനായിരിക്കും? ഇലക്ട്രിക് ഫെൻസുകൾക്കപ്പുറം എന്തായിരിക്കും? കാത്തിരിക്കുക, കഥ തുടരും. Till then, it's your Hyra signing off. Bye.